കടലിന് മുകളിലൂടെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ഒരു അടിപൊളി അനുഭവമായിരുന്നു. വിവേകാനന്ദ സ്മൃതി മണ്ഡപത്തെയും തിരുവള്ളുവർ പ്രതിമയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ്. പ്രക്ഷുബ്ധമായ കടലും വേലിയേറ്റവും കാരണം വിവേകാനന്ദപ്പാറയിലെത്തുന്ന സഞ്ചാരികൾക്ക് പലപ്പോഴും തിരുവള്ളുവർ പ്രതിമയിലേക്ക് പോകുവാൻ സാധിച്ചിരുന്നില്ല. അതിനൊരു ഉപാധിയായി 77 മീറ്റർ നീളത്തിലും 10 മീറ്റർ വീതിയിലും കടലിന് കുറുകെ ജലനിരപ്പിൽ നിന്ന് 133 അടി ഉയരത്തിൽ നിർമ്മിച്ച ഭാരതത്തിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ് കന്യാകുമാരിയിലേത്. ഉദയവും അസ്തമയവും മാത്രമല്ല, ഇപ്പോൾ ഈ ബ്രിഡ്ജ് കാണുവാനും സഞ്ചാരികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 10 മീറ്റർ വീതിയിലുള്ള പാലത്തിൽ 2.5 മീറ്റർ വീതിയിൽ മാത്രമാണ് കണ്ണാടിപ്പാത ഒരുക്കിയിരിക്കുന്നത്. പാലത്തിന്റെ മറ്റു 2 ഭാഗങ്ങളും കോൺക്രീറ്റ് ചെയ്ത് ടൈൽ പാകിയിട്ടുണ്ട്. ശക്തമായ കടൽക്കാറ്റ്, ഉപ്പുവെള്ളം, മണ്ണൊലിപ്പ് എന്നിവയൊക്കെ ചെറുക്കുന്ന രീതിയിലാണ് 37 കോടി രൂപ ചിലവിട്ട് ഒരു തൂക്കുപാലത്തിന്റെ മാതൃകയിൽ ഈ കണ്ണാടിപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതുവരെയും കുടുംബസമേതം കന്യാകുമാരിയിൽ പോയി ഈ ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി വരുന്ന അവധിക്കാലത്ത് കുട്ടികളുമൊത്ത് പോവുക. തീർച്ചയായും അത് നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം സമ്മാനിക്കും. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. ഒരുപാട് യാത്രാവിശേഷങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. ഏവർക്കും നിറമുള്ള യാത്രാനുഭവങ്ങൾ നേരുന്നു. നന്മകളുണ്ടാവട്ടെ.